ഒന്നോർത്ത് കിണറ്റി ചാടിയാൽ രണ്ടോർത്ത് തിരിച്ച് കയറാൻ പറ്റൂലെന്ന് പണ്ടൊരു പഴഞ്ചൊല്ല് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പഴഞ്ചൊല്ല് ഇവിടെ എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ ചിലർ ഒന്നും നോക്കാതെ അങ്ങ് കമൻ്റ് ഇട്ടേക്കും. എന്തേട്ടാണ് കമൻ്റ് ഇടുന്നത്? ഈ കമൻ്റ് ഇടുന്നതിൻ്റെ മുമ്പായിട്ട് ഈ ഇമെയിൽ ID അവരവരുടെ ഫോട്ടോയും വെക്കും. അപ്പം നമ്മൾ എന്താക്കും? അവർക്കുള്ള മറുപടി ആ ഫോട്ടോ സഹിതം വെച്ചിട്ടങ്ങ് കൊടുക്കും. പിന്നീടാണ് ഇവർ നാട്ടിലും വീട്ടിലും വീട്ടുകാരും കൂട്ടുകാരും അയൽവക്കക്കാരും ഒക്കെ ഇതറിയാം. അപ്പം ഇവർക്ക് ഷെയിമേഡാവും. അപ്പം അയ്യോ കമൻ്റ് ഇടണ്ടില്ലായിരുന്നു എന്ന് തോന്നും. അപ്പം പിന്നെ എന്താ ചെയ്യുക? നമ്മൾ എന്തിനാണോ കമൻ്റ് ഇട്ടത് ആ ആളെ വിളിച്ചിട്ട് ലേലു അല്ലു അയച്ചു വിട് എന്ന് പറയുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എൻ്റെ ഓരോരോ വീഡിയോൻ്റെ താഴെ ഒന്നും നോക്കാണ്ട് ചിലർ കമൻ്റ് അങ്ങ് ഇട്ടുകൊടും. അവരവർക്ക് വായി തോന്നിയതങ്ങ് പറയും. അങ്ങനെ പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് നല്ലൊരു മറുപടി അരുണ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എനിക്കിന്നൊരു മെസ്സേജ്, സോറി ഇത്താ. എനിക്ക് ആ പ്രൊഫൈൽ കണ്ടപ്പോൾ മനസ്സിലായി. കാരണം പ്രൊഫൈൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ ഒരു സോറി ഇത്തായി. ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, എന്തിന് എന്നുള്ളത്. വീണ്ടും സോറി ഇത്താന്ന് വെച്ച്. അപ്പം ഞാൻ അങ്ങോട്ട് അയച്ച് എന്തിന്, ആരാന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് തോന്നി ഒന്നെങ്കിൽ ഞാനല്ലാന്നോ അല്ലെ അറിയൊക്കെയുള്ള അവളെ കളിയാക്കുകയാണെന്നോ അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലാന്നോ എന്തോ മേ ബി തോന്നി. സോറി നമ്പർ മാറിപ്പോയതാന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് നമ്പർ മാറിയാലെന്താ, ഒരു മെസ്സേജ് അല്ലേ. അപ്പം ഇതിലൂടെ പഠിക്കേണ്ടത് എന്താ വെച്ചാൽ സ്വന്തം ഫോട്ടോ പ്രൊഫൈൽ വെച്ചിട്ട് എന്തു തോന്നിയാസവും വിളിച്ച് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കമൻ്റ് അല്ലേ, അത് എഴുതിയിടാനുള്ളതല്ലേ എന്ന് ചിന്തിക്കുന്ന ഇതേപോലുള്ള ആൾക്കാരോട് ഇങ്ങനത്തെ കുറച്ച് പണി വരും. നിങ്ങൾ നാട്ടിലും വീട്ടിലും കൂട്ടുകാരുടെയൊക്കെ മുമ്പിൽ നല്ല മാന്യന്മാരായിരിക്കും. ആ മാന്യതയുടെ മുഖം എനിക്ക് വെളിച്ചത്ത് കാണിക്കാൻ കിട്ടുന്നൊരവസരം ഞാൻ പാഴാക്കൂല. പിന്നെ അതിൻ്റെ പേരിൽ ആരെങ്കിലും പോയി കംപ്ലൈൻറ്റ് കൊടുത്തോളൂ, നോ പ്രോബ്ലം. കാരണം എനിക്ക് കമൻ്റ് ഇട്ടത് എൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം നിങ്ങൾ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുമ്പം നിങ്ങളുടെ കംപ്ലൈൻറ്റിനാണോ എൻ്റെതായ വന്ന കമൻറ്റിനാണോ വാല്യൂ ഉള്ളത് എന്നുള്ളത് ഒന്ന് ചിന്തിച്ചോളാണ്ടി. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഗൈസ്, ഞാൻ തട്ടമിട്ട് കണ്ടില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. എന്തോ ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തട്ടമിട്ടിട്ടുണ്ട്. കണ്ണ് നിറച്ചും കണ്ടോളി. കണ്ണ് നിറച്ചും കൂടെ തുറന്നേ. മഴ എൻ്റെ കൂടെ എൻ്റെ മകനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തട്ടമിട്ടില്ല എന്നുള്ള പലരുടെയും പരാതി കണ്ണ് നിറച്ചും കണ്ടോളി കേട്ടോ.